ഹലോ ആൻഡ് ഹായ് ഗൈസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി സോയാ ചങ്ക്സ് കറിയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് 1.5 കപ്പ് സോയാ ചങ്ക്സിനെ ഞാൻ കഴുകി വൃത്തിയാക്കി അതിനെ ഇപ്പോൾ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കി അതേ പാത്രത്തിൽ തന്നെ മാറ്റുകയാണ്. കാര്യം അതിൻ്റെ ഒരു സ്മെല്ല് മാറാനും ഒന്ന് സോഫ്റ്റ് ആകാനും. ഇനി ഈ പാത്രത്തിൽ ഇരിക്കുന്ന ഇതേ തന്നെ ഞാൻ ടാപ്പ് വാട്ടറിൽ, ഭയങ്കര ചൂടാണ്, അപ്പം അരപ്പയിലിട്ട് ടാപ്പ് വാട്ടറിൽ കാണിച്ചിട്ട് അതിനെ പിഴിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും ഞാൻ പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. കാര്യം അത് ഉടഞ്ഞു പോകാതെ ഇരിക്കാനും അതിൻ്റെ സ്മെല്ല് ഒട്ടും ഇല്ലാതെ ഇരിക്കാനാണ്. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ 2 സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചോപ്പ് ചെയ്തതാണ്. അതിനെ ഒന്ന് വഴറ്റി, ഉപ്പ് ഇട്ടൊന്ന് വഴറ്റി, പിന്നെ പച്ചമുളക്, പിന്നെ 3 പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അര ടീസ്പൂൺ പിന്നെ ജീരകപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് ഒരു ടൊമാറ്റോ ഞാനിവിടെ ഇടുന്നത്. അപ്പം ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇടുന്നുണ്ട്, ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അത് 1 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം ഓരോ ടീസ്പൂൺ ഇതാണ്. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിലിപ്പോൾ ഇടുന്ന പൊടികൾ. നേരത്തെ നമ്മൾ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും പൊടികളാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ ഇതിപ്പോൾ മല്ലിപ്പൊടിയാണ്. നമ്മൾ നന്നായിട്ട് ശരിക്കും ഓരോ പൊടികൾ ഇടുമ്പോൾ നന്നായിട്ട് ഒരു വഴറ്റി അതിൻ്റെ ഒരു പച്ചക്കുത്ത് റോ ഫ്ലേവറൊക്കെ മാറിയതിന് ശേഷം വേണം ഓരോ പൊടികൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഗരം മസാല ഇടണം, പിന്നെ കുരുമുളക് പൊടി ഇടണം. അപ്പം ഇത് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, എല്ലാം നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചാൽ അത് തിളപ്പിക്കണം. ഇതിലോട്ട് എല്ലാ വെള്ളവും ഒഴിക്കരുത്. ഇപ്പം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് ഇനി നമുക്കിനി നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഇച്ചിരി തിളച്ച വെള്ളം ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഇനി അതാണ് അടുത്ത. ഇനിയിപ്പോൾ വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പം കണ്ടില്ലേ, തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് ഇതിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ഇതിനെ ശരിക്കും അടച്ചു വെച്ച് ഒന്നും കൂടി നന്നായി തിളപ്പിക്കണം. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ആ കൺസിസ്റ്റൻസി കറിയുടെ ഇപ്പം ഞാൻ ഇതിൽ തന്നെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഇപ്പം സോയാ ചങ്ക്സ് ഇതിൽ ആഡ് ചെയ്യാണ്. പിന്നെ ഇനി കോക്കനട്ട് മിൽക്കും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡറാണ് ഞാൻ എടുത്തത്. നന്നായിട്ടൊന്ന് ഇച്ചിരി വെള്ളത്തിൽ കലക്കി എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പണി. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയാൽ മതി. സൂപ്പർ കറിയാണ്. അപ്പം ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു രീതി വളരെ നല്ലതാണ്. അതായത് നമ്മൾ ജീരകവും മറ്റുള്ള പൊടികളും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ചെയ്യാത്ത ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ശരിക്കും വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാം. എൻ്റെ വീഡിയോസൊക്കെ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ബൈ.